السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയ സാദാത്തുക്കൾ, സമുന്നതരായ പ്രാസ്ഥാനിക നേതാക്കൾ, സഹൃദയരായ സഹോദരങ്ങൾ, അനുഗ്രഹീതരായ ശ്രോതാക്കൾ, കേരളമൊട്ടുക്കും 4 പതിറ്റാണ്ടിലേറെ ധാർമ്മിക വിപ്ലവത്തിലൂടെ സർവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF ഏറ്റവും അനിവാര്യമായ വിശിഷ്യ കാലം കാതോർക്കുന്ന സർവരാലും പ്രശംസിക്കപ്പെടുന്ന ഒരു മഹത്തായ സന്ദേശം, മാനവ സംഗമം നടക്കുകയാണ്. ആ മാനവ സംഗമത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജില്ലാ സാരഥികൾ തിരഞ്ഞെടുത്തത് മാപ്പിള മലബാറിൻ്റെ സാമൂതിരി ഓർമ്മകൾ. നമ്മുടെ മഹത്തായ രാജ്യം ഇന്ത്യ, മലബാർ നൂറ്റാണ്ടുകളുടെ ചരിത്രം അല്ല, സഹസ്രാബ്ദങ്ങളുടെ ചരിത്രങ്ങൾ പറയാനും ചരിത്രാതീത കാലം തൊട്ടേ നമ്മുടെ രാജ്യത്ത് ഹൈന്ദവരും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും വ്യത്യസ്ത മതസ്ഥരും ജീവിച്ചു വരുന്നു. അവർ ജീവിച്ചിരുന്നത് ഈ കൈപ്പത്തിയുടെ 5 വിരൽ പോലെ. കൈപ്പത്തിയുടെ 5 വിരൽ 5 രൂപത്തിലും ആകൃതിയിലും ശൈലിയിലുമാണ്. പക്ഷേ 5ഉം വളരെ ഐക്യത്തിലും സ്നേഹത്തിലും ഒത്തൊരുമയിലുമാണ്. ഉദാഹരണത്തിന് ഈ വിരലിന്റെ പേര് ചെറുവിരൽ എന്നാണ്. നീളത്തിലും വലുപ്പത്തിലും വണ്ണത്തിലും എല്ലാം അത് ചെറുതാണ്. ഈ 4 വിരലുകൾ സംഘടിച്ച് ചെറുവിരലിനെ മാറ്റി നിർത്തിയാൽ ഒരിക്കലും ഇത് പൂർണ്ണമാവുകയില്ല. ഇങ്ങനെ പിടിച്ചാൽ അതേ സ്ഥാനത്ത് ഈ ചെറുവിരൽ കൂടി പിടിക്കുമ്പോൾ അത് പൂർണ്ണമാവും. എന്ന പോലെ നാടിൻ്റെ വളർച്ചയും ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ആരാലും അംഗീകരിക്കപ്പെടുന്ന വസ്തുതയാണ്. സർവരുടെയും ഒത്തൊരുമയും കൂട്ടായ്മയുമാണെന്നത്. അതിൽ ന്യൂനപക്ഷമെന്നോ ദുർബലരെന്നോ അശരണരെന്നോ ഏതെങ്കിലും ജാതിയുടെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ പരിസരങ്ങൾ കാണുന്ന അനേകം ബിൽഡിങ്ങുകൾ, ആ ബിൽഡിങ്ങുകളുടെ പ്രധാന ഘടകങ്ങൾ പില്ലറും ബീമും സ്ലാബുകളും മാത്രം അല്ല, മറിച്ച് തറകളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ചീളുകൾ, ആ ചീളുകൾ തറയുടെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുത്താൽ അതിനൊരു നിലയും വിലയുമില്ല. അതുപോലത്തെ ഇഷ്ടം പോലെ ചീളുകൾ ഈ കടപ്പുറത്തും പരിസരത്തും കാണാം. അതിനാരും ഒന്നും നൽകാറില്ല. പക്ഷേ
ആ ബിൽഡിങ്ങിന്റെ തറയിലുള്ള ചീളുകൾ ആ തറയിൽ നടത്തിയെടുത്താൽ തറക്ക് വിള്ളൽ സംഭവിച്ചു, ബിൽഡിങ്ങിന്റെ കോട്ടം സംഭവിച്ചു, ബിൽഡിംഗ് അപകടത്തിലായി എന്ന പോലെ ഒരു ഏത് രാജ്യത്ത് താമസിക്കുന്നവർ ആരാവട്ടെ, വീട്ടിലോ കുടുംബത്തിലോ തറവാട്ടിലോ നാട്ടിലോ സമൂഹത്തിലോ സമുദായത്തിലോ അനാരോഗ്യത്തിന്റെ പേരിലോ ദാരിദ്ര്യത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ഏതു പേരിലാവട്ടെ ആരെയും അവഗണിക്കാനും മാറ്റി നിർത്താനും പാടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇതായിരുന്നു നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം. ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് കോഴിക്കോടാണ് ഈ മാനവ സംഗമം നടക്കുന്നതെങ്കിൽ കോഴിക്കോടിന് നൂറ്റാണ്ടുകൾ ദാഹശമനത്തിന്, അവർ നിത്യോപയോഗത്തിന് അവർ ആശ്രയിച്ചിരുന്നത് മാനാഞ്ചിറ കുളമായിരുന്നു. എങ്ങനെയാണ് മാനാഞ്ചിറ കുളം ഇവിടെ വന്നത്? കോഴിക്കോട്ടുള്ള സർവ ജാതി മതസ്ഥരുടെയും ഹൈന്ദവരുടെയും മുസ്ലിമീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സർവരുടെയും ആശാകേന്ദ്രമായിരുന്നു ജിഫ്രി സാദാത്തുക്കൾ, അഹ്ലു ബൈത്ത്. നിരന്തരം അവിടെ കയറിയിറങ്ങി. ആ ജിഫ്രി സാദാത്തുക്കൾ, ജിഫ്രി തങ്ങൾ സാമൂതിരിയോട് വിഷയം അവതരിപ്പിച്ചു. സാമൂതിരി ജിഫ്രി തങ്ങളും ടിപ്പു സുൽത്താനും സഹകരിച്ചു. അതിന് ജിഫ്രി തങ്ങൾ കുറ്റിയടിച്ചു. സാമൂതിരി സ്ഥലം നൽകി. ടിപ്പു സുൽത്താൻ അതിന്റെ ചെലവ് എല്ലാം ഏറ്റെടുത്തു. അതിലെ വെള്ളം ജാതി മതഭേദമന്യേ സർവരും ദാഹശമനത്തിന്, അവരുടെ നിത്യോപയോഗങ്ങൾക്ക്, മറ്റെല്ലാ ആവശ്യത്തിനും അവർ അത് പൂർത്തീകരിച്ചു. ഈ ഒരു ഐക്യം, ഈ ഒരു സൗഹാർദ്ദം എത്രമാത്രം ശ്ലാഘനീയമാണ്. ഒന്നുകൂടി പറയട്ടെ, ജിഹാദ് എന്ന പദം കോഴിക്കോട്ടുകാർ എന്നല്ല മലയാളികൾ ആദ്യമായി കേൾക്കുന്നത്. ഏതെങ്കിലും നിരപരാധികളെ വെട്ടിനുറുക്കിയതിന്റെ പേരിലല്ല, ചാവേറക്രമത്തിന്റെ പേരിലല്ല. സാമൂതിരി രാജാവിവിടെ ഭരിക്കുന്ന സമയത്ത് സാമൂതിരി രാജാവിനെതിരിൽ പോർച്ചുഗൽ ഏറ്റുമുട്ടുമ്പോൾ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഇവിടെ സാമൂതിരി രാജാവിന്റെ കൂടെ നിന്ന് മുസ്ലിമീങ്ങൾ ജിഹാദ് ചെയ്യുക തന്നെ വേണം. അന്ന് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു നൽകിയ ഫത്വ, മുസ്ലിമീങ്ങൾ സാമൂതിരി രാജാവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാം പിന്നണിയായി നിന്നുകൊണ്ട് ജിഹാദ് ചെയ്യണം. ആർക്ക് വേണ്ടി? സാമൂതിരിക്ക് വേണ്ടി. ആരോട്? പോർച്ചുഗലിനോട്. ഇവിടെ ആദ്യമായി കേൾക്കുന്ന ജിഹാദ് എന്ന പദം രാജ്യസ്നേഹത്തിന്, മതസൗഹാർദ്ദത്തിന്. ഇത്രമാത്രം മുസ്ലിമീങ്ങൾ സാമൂതിരിക്ക് സമർപ്പിച്ച സമർപ്പണത്തിന്റെ പേരില് മാത്രമല്ല, സാമൂതിരിയുടെ കരസേനയുടെ മേധാവിത്വം കുഞ്ഞാലി മരക്കാരായിരുന്നു. ഇങ്ങനെ മുസ്ലിമീങ്ങളെല്ലാം പിന്തുണ നൽകിയപ്പോൾ സാമൂതിരി രാജാവ് വിളിച്ചതല്ലേ മഹാപിള്ളമാർ. മാപ്പിളമാർ എന്ന മുസ്ലിമീങ്ങൾ ഇന്നും അറിയപ്പെടുന്നത്, മുസ്ലിമീങ്ങൾ വിളിക്കപ്പെടുന്നത്, ഈ പേര് നൽകിയത് സാമൂതിരി രാജാവ് എന്നല്ല. മുസ്ലിമീങ്ങൾ ഏറ്റവും ബഹുമാന പുരസ്സരം വിളിക്കുന്ന പേരാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ പേരമക്കൾക്ക് വിളിക്കുന്ന പേരാണ് സയ്യിദ് എന്ന്. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സയ്യിദു സാദാത്ത് എന്ന് സാമൂതിരി രാജാവിനെ വിളിച്ച് അഭിസംബോധന ചെയ്തതറിയില്ലേ? ഇതായിരുന്നില്ലേ നമ്മുടെ സൗഹാർദ്ദം? കേരളത്തിൽ മാത്രമല്ലല്ലോ,
കോഴിക്കോട് മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നത് മലപ്പുറത്ത് മമ്പുറം തങ്ങള് ഇന്നും അതിന് നേർസാക്ഷിയല്ലേ. എല്ലാ റമദാൻ മാസവും 27-ാം രാവിന് മമ്പുറം തങ്ങൾ പടുത്തുയർത്തി പരിപാലിച്ച് നേതൃത്വം നൽകിയ കൊടിഞ്ഞിപ്പള്ളിയില് മലപ്പുറത്തെ പഴയ ആചാരപ്രകാരം പള്ളിയിൽ മുസ്ലിം വീടുകളിൽ നിന്നെല്ലാം അപ്പങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇന്നും അവിടെ അപ്പം കൊണ്ടുവരാറുണ്ട്. ആ കൊണ്ടുവരുന്ന അപ്പങ്ങള് മമ്പുറം തങ്ങള് ഓഹരി ചെയ്യാൻ പറഞ്ഞത് പള്ളിയിലെ ഖാദിക്കും ഖതീബിനും മുഅല്ലിമിനും മുദർരിസിനും മാത്രമല്ല, ഇന്നും അവിടെ നടന്നു വരുന്നത് മമ്പുറം തങ്ങൾ ആജ്ഞാപിച്ച പോലെയാണ്. എങ്ങനെയാണ്? ആ അപ്പം 4 ഓഹരി ചെയ്യുകയാണ്. ഇന്ത്യയില് ജാതീയത നിർമ്മാർജ്ജനം ചെയ്തു. ദലിതുകാർക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സർവ പ്രോത്സാഹനം നൽകി എന്ന് പറയുമ്പോൾ നടക്കുന്ന ചില സംഭവവികാസങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയേണ്ടതില്ലല്ലോ. എന്നാൽ അക്കാലത്ത് 170-180 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിരുന്ന ജാതീയത എത്രമാത്രമായി. അന്ന് ഖുതുബുസ്സമാൻ മെമ്പർ തങ്ങൾ തീരുമാനമെടുത്ത് പള്ളിയിൽ കൊണ്ടുവരുന്ന അപ്പം 4 ഓഹരി ചെയ്യണം. അതിൽ ഓരോഹരി അഹ്ലുബൈത്ത് തങ്ങന്മാർക്ക് കൊടുക്കണം. മുസ്ലിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന കുടുംബം. അതുപോലെ അതിന് സമാനമായ ഒരു ഓഹരി കൊടിഞ്ഞിപ്പള്ളിയിലും പരിസരങ്ങളിലുമുള്ള വ്യത്യസ്ത ജാതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സർവ്വവിഭാഗത്തിനും കൊടുക്കണം. മമ്പുറം തങ്ങൾ എടുത്ത തീരുമാനമാണ്. മമ്പുറം തങ്ങൾ കാണിച്ചു തന്നതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തെക്കോട്ട് പോയാൽ കൊച്ചി ടൗണില് ഇന്നും ചെമ്പിട്ട പള്ളി എന്ന കാണാം. അത് മുതലക്കുളം എന്ന് പറയും പോലെ മുതലക്കുളത്ത് മുതലയുമില്ല കുളവുമില്ല. പിന്നെ എങ്ങനെ മുതലക്കുളം പേര് വന്നു എന്നെനിക്കറിയില്ല. എന്ന പോലെ ചെമ്പിട്ട പള്ളി എന്ന് ചെമ്പും പള്ളിയുമില്ലാതെ പറഞ്ഞതല്ല, ഉണ്ടായി എന്ന് ഏതോ ഐതിഹ്യമല്ല. ഇന്നും ആ പള്ളി പൂർണ്ണമായും കവർ ചെയ്തിരിക്കുന്നത് ചെമ്പ് കൊണ്ടാണ്. മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങള് കേരളത്തില് ആദ്യമായി ദീനി പ്രബോധനത്തിന് 600 വർഷം മുമ്പ് എത്തിയ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു കോഴിക്ക് കണ്ണൂര് കക്കുളങ്ങര വളവട്ടത്ത് വള്ളി മഖാമിൽ മുറവിട്ട് കിടക്കുന്ന ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടെയാണ് ഒട്ടുമിക്ക സാദാത്ത് കുടുംബത്തിന്റെയും പരമ്പരയിൽ ആദ്യത്തേത് ചെന്നെത്തുന്നത്. പാണക്കാട് സാദാത്തുക്കളുടെ ആദ്യത്തെ ഉപ്പയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സ്മരണിക പരിശോധിച്ചാലും ഉമർ അലി ശിഹാബ് തങ്ങളെ സ്മരണിക പരിശോധിച്ചാലും അത് വ്യക്തമായി എഴുതിയതായി കാണാം. ആദ്യത്തെ ഉപ്പാപ്പ കക്കുളങ്ങര വള്ളി മഖാമിലാണ്. പക്ഷേ കണ്ണൂര് കക്കുളങ്ങര വളവട്ട മഖാമ് വള്ളിയിൽ മഹാനായ ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ മഖ്ബറ മാത്രമാണ്. നമ്മുടെ പ്രിയങ്കരനായ ശ്രീലങ്കൻ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സാധാരണ ആദരിച്ചിരുന്ന ശ്രീലങ്കയിലെ അവിടത്തെ ഔദ്യോഗിക ഇഷ്ടായി പലപ്പോഴും പരിഗണിക്കപ്പെട്ടിരുന്ന ശ്രീലങ്കൻ തങ്ങൾ ഇന്നത്തെ അസ്ലം തങ്ങളുടെ ഉപ്പ ജിഫ്രി തങ്ങള് കോഴിക്കോട് നിന്ന് വഫാത്താകുമ്പോഴും എഴുതി വെച്ചത് എന്റെ മയ്യത്ത് കക്കുളങ്ങര വള്ളി മഖാമിൽ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്നാണ്. മഹാനവകളുടെ മകനാണ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു മകനാണ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു നിർമ്മിച്ച പള്ളി മഹാനവറുകൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖ് കൂടിയാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മർസിയത്ത് എഴുതിയത് ഇന്നും ലഭ്യമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു കൂടിയായ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു മതപ്രഭാഷണ വേദിയിൽ നിസ്കാരത്തെ കുറിച്ച് നന്നായി പ്രഭാഷണം നടത്തുന്നു. അതിഗംഭീര പ്രഭാഷണം. പെട്ടെന്ന് മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു വിഷയത്തിൽ നിന്ന് മാറി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കുറിച്ചായി സംസാരം.
സദസ്യർ അത്ഭുതപ്പെട്ടു. എന്താണ് നിസ്കാരവും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും തമ്മിലുള്ള ബന്ധം? സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മഹാനായ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ സവിധത്തില് ആ നാട്ടിലെ സർവസമ്മതനും വലിയ സമ്പന്നനും ധർമ്മിഷ്ഠനുമായ സഞ്ചൂർ വന്നു. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ പ്രഭാഷണം അവിടുന്ന് ദൂരെന്ന് വീക്ഷിച്ചപ്പോൾ അങ്ങ് പുണ്യവാളനാണോ ഇല്ലേ എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിരുന്നു, പുണ്യവാളനാണെങ്കിൽ അങ്ങ് എന്റെ പ്രവാചകനെ കുറിച്ച് സംസാരിക്കണം. ജൂതനായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ട സംസാരം എന്റെ പ്രവാചകനെ കുറിച്ചാണ്. മുസൽമാനോടുള്ള നിർദ്ദേശം മുസ്ലിമീങ്ങൾ എല്ലാ പ്രവാചകന്മാരെയും, ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുന്ന മുസ്ലിമീങ്ങൾ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ എന്ന് വിളിക്കുന്നു. ജൂതന്മാർ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ മോശ എന്ന് വിളിക്കുന്നവർ മുസ്ലിമീങ്ങൾ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ എന്ന് വിളിക്കുന്നു. ഖുർആനിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ 136 സ്ഥലങ്ങൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ആ സഞ്ചൂർ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിലെ പ്രതിജ്ഞയായിരുന്നു, എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങൊരാത്മീയ നായകൻ തന്നെയാണ്. അങ്ങേക്ക് എന്തായിരുന്നാലും എൻ്റെ വക വലിയൊരു പ്രസന്റേഷൻ, അമൂല്യ രത്നം സംഭാവന നൽകി. മഹാനായ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഞാനത് സ്വീകരിക്കലെന്ന് വാശി പിടിച്ചു. അദ്ദേഹമാവട്ടെ, ഞാനങ്ങ് സ്വീകരിക്കുന്നെങ്കിൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറഞ്ഞു പോകും. ഞാൻ അങ്ങേ അങ്ങ് സ്നേഹിച്ചുകൊണ്ടാണ് ഈ നൽകുന്നൊരു പാരിതോഷികമാണിത്, അങ്ങനെ കൈവിടരുത്. അപ്പോൾ മഹാനായ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ പടുത്തുയർത്തുന്ന പള്ളിക്ക് ആവശ്യമായ തേക്ക് നൽകാൻ പറ്റുമോ? ഞാൻ എന്തു വേണമെങ്കിലും നൽകാം. ഇങ്ങനെ കേരളത്തില് ഏത് മേഖലയിൽ ചെന്നാലും എവിടെ ചെന്നാലും ആ കൂട്ടായ്മ, ആ ഒത്തൊരുമ അടുത്ത കാലം വരെയും. പക്ഷേ ഇടക്കാലത്ത് ഫാസിസ്റ്റുകളുടെ കടന്നാക്രമണങ്ങൾ. ഫാസിസം എന്ന് പറയുന്നത് നിങ്ങൾ എന്തു തിന്നണം, നിങ്ങൾ എന്തു കുടിക്കണം, നിങ്ങൾ എവിടെ പോവണം, നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നത് എത്രമാത്രം ക്രൂരതയാണ്, എത്രമാത്രം അക്രമമാണ്. ഇത് പ്രായോഗികമാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എത്രമാത്രം സ്നേഹത്തിലാണ്, സൗഹാർദ്ദത്തിലാണ്. പക്ഷേ ഭാര്യ തിന്നുന്നതേ ഭർത്താവ് തിന്നാൻ പറ്റൂ, ഭർത്താവ് തിന്നത് ഭാര്യ തിന്നാൻ പറ്റൂ, അതേ പറ്റൂ എന്ന് വാശി പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഓരോ വിഭാഗം ആളുകൾ, പശുവിനെ ആരാധിക്കുന്നവർ പശുവിനെ ആരാധിക്കും. ആ പശുവിനെ ഒരു കാരണവശാലും മറ്റു മതസ്ഥർക്ക് ഉപദ്രവിക്കാനും ശല്യപ്പെടുത്താനും അറക്കാനും പാടില്ല. അത് പശുവിനെ ആരാധിക്കുന്നവർ പശുവിനെ ആരാധിക്കട്ടെ. എന്നാൽ പശുവിനെ തീ ആരാധിക്കുന്നവർ തീ ആരാധിക്കുന്ന തീ ഒരിക്കലും ഊതിക്കെടുത്താനോ വെള്ളമൊഴിക്കാനോ അത് നശിപ്പിക്കാനോ പാടില്ല. എന്നാൽ ഏതെങ്കിലും ബിൽഡിങ്ങുകളിൽ തീ വരുമ്പോൾ ആ തീ ഫയർഫോഴ്സ് വന്ന് കെടുത്തരുത് എന്ന് പറയുന്നത് കൊടും ക്രൂരതയാണ്. അഗ്നി ആരാധകർ ആരാധിക്കുന്ന അഗ്നി അവർ അത് സംരക്ഷിച്ചുകൊള്ളും, അവർ അതിനെ ശ്രദ്ധിച്ചുകൊള്ളും, അവർ അതിനെ പരിപാലിച്ചുകൊള്ളും. അത് ചെന്ന് ഫയർഫോഴ്സ് വന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് അത് കെടുത്താൻ പാടില്ല. എന്നാൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ അടുപ്പിലെത്തി എപ്പോഴാണ് കത്തിക്കേണ്ടത്, എപ്പോഴാണ് അത് അണക്കേണ്ടത്, അതെങ്ങനെയാണ് അണക്കേണ്ടത് എന്ന് ഞാനും നിങ്ങളുമാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു തീയും കെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ന പോലെ പശുവിനെ ആരാധിക്കുന്നവർ
പശുവിനെ ആരാധിക്കട്ടെ, അവർ ആ പശുവിനെ ബഹുമാനിക്കട്ടെ. പക്ഷേ എന്റെ വീട്ടിലെ പശുവിനെ ഞാൻ കാശ് കൊടുത്തു വാങ്ങി, ഞാൻ അതിനെ തീറ്റ നടത്തി, എന്റെ കുട്ടികൾക്ക് പാല് കിട്ടാൻ, എന്റെ കുട്ടികളെ തൈര് കുടിക്കാൻ, എന്റെ കുട്ടികൾക്ക് മോര് കിട്ടാൻ, എന്റെ കുട്ടികൾക്ക് വെണ്ണ കിട്ടാൻ ഞാൻ അതിനെ സംരക്ഷിക്കുന്നു. അതിന്റെ കറവ് പറ്റി ഇനി അതിന് പാല് കിട്ടില്ല, വെണ്ണ കിട്ടില്ല, അതിനൊന്നും കിട്ടാനില്ല എങ്കിൽ അതിനെ ശല്യപ്പെടുത്തണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ 50,000 70,000 കൊടുത്ത പശുവിനെ നശിപ്പിക്കണമെന്ന് പറയുന്നത് അതിനുള്ള ക്രൂരതയല്ലേ? അതെന്തു ചെയ്യണം? മറക്കേണ്ടി വന്നാൽ ഞാൻ മറക്കണം. അങ്ങനെ ഏതേത് വിഭാഗവും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശൈലികളും ജീവിതത്തിൽ പകർത്തി ഒത്തൊരുമയോടെ സൗഹാർദ്ദത്തോടെ. കേരളത്തിൽ 10,000-കണക്കിന് പള്ളികൾ കാണാം. ഈ പള്ളികളൊക്കെയും കുറ്റിയടിക്കുന്നത് ഏതെങ്കിലും ഒരു തങ്ങളോ ഉസ്താദോ ആണെങ്കിൽ, മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് 3000-ഓളം പള്ളികൾ പടുത്തുയർത്തി. ഈ പടുത്തുയർത്തിയ മുഴുവൻ പള്ളികളും തങ്ങളോ ഉസ്താദോ കട്ടിലക്ക് കുറ്റിയടിച്ചെങ്കിൽ പിന്നെ കല്ല് വെക്കുന്ന ആരാണ്? രാമനോ രാജനോ അല്ലേ? ജേക്കബോ തോമസോ അല്ലേ? ഇവിടെ മുസ്ലിമീങ്ങൾ എത്രമാത്രം തൊഴിലില്ലാത്തവരുണ്ട്.